ചന്ദ്രപക്ഷത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ എത്ര നാൾ ജീവിച്ചു, എന്തിന് ജീവിച്ചു, എന്ത് നേടി, എന്ത് ലാഭം, എന്ത് നഷ്ടം, ഇതൊക്കെ ഇടയ്ക്കിടെ ഒന്ന് വിലയിരുത്തി പോകുന്നത് നല്ലതല്ലേ? ഈ ലോകത്തിൽ കാണുന്ന അനേകം ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് ഞാൻ. മറ്റൊരാളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ ഞാൻ തികച്ചും അപ്രസക്തൻ. ദിവസേന എത്രയോ മരണവാർത്തകൾ കാണുന്നു പത്രങ്ങളിൽ. എന്നെ സ്വാധീനിക്കുന്നത് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ മരണങ്ങൾ മാത്രം. എൻ്റെ ജീവനും അതുപോലെ തന്നെ. എന്നെ കേന്ദ്രമാക്കി ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിത്ര പ്രാധാന്യം. ഞാനാണ് ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന ഭാവം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവർ ആവുന്നില്ല. എൻ്റെ പ്രതീക്ഷ പോലെ അവർ മാറുന്നില്ല. അവരുടെ പെരുമാറ്റങ്ങൾ എനിക്ക് വളരെ അലോസരമുണ്ടാക്കുന്നു. എൻ്റെ സന്തോഷം അവർ നഷ്ടപ്പെടുത്തുന്നു. അവർ നന്നാവാത്തത് കാണുമ്പോൾ ഞാൻ അസ്വസ്ഥനാകുന്നു. അവരുടെ പോരായ്മകൾ എൻ്റെ ദുഃഖത്തിന് കാരണമാകുന്നു. ഇങ്ങനെയാണ് ലോകം. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, അമ്മയും മക്കളും തമ്മിൽ, അച്ഛനും മക്കളും തമ്മിൽ, മക്കൾ തമ്മിൽ, ബന്ധുക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ ഒക്കെ ഇങ്ങനെയുള്ള സംഘർഷമാണ് നടക്കുന്നത്. എവിടെയും പ്രശ്നം ഈ ഞാൻ തന്നെയാണ് കേന്ദ്രബിന്ദു എന്ന ഭാവം. എനിക്ക് പൊരുത്തപ്പെടാനാവുന്നില്ല, എനിക്കിഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് മാത്രം ഞാൻ മറ്റുള്ളവരെ വെറുക്കുന്നു. മറ്റുള്ളവരെ എൻ്റെ ആശയത്തിനൊത്ത് മാറ്റിയെടുത്തിട്ട് എന്നെങ്കിലും എനിക്ക് സന്തോഷിക്കാൻ കഴിയുമോ? അങ്ങനെ മാറാൻ സാധിക്കുമോ? അവർ അതിന് വഴങ്ങുമോ? തീരെ സാധ്യതയില്ല. അപ്പോൾ സന്തോഷം അസാധ്യം അല്ലേ? പക്ഷെ പരിപൂർണ സന്തോഷം നേടിയെടുക്കാൻ ഒരേ ഒരു വഴിയുണ്ട്. അന്യരിൽ മാറ്റം വരുത്താൻ ശ്രമിക്കാതെ നമ്മൾ സ്വയം മാറാൻ തയ്യാറാവുക. അന്യരിൽ കുടികൊള്ളുന്നതും ഇതേ ഞാൻ തന്നെ എന്ന് തിരിച്ചറിയുക, സ്വയം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഞാനും ആ ഞാനും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാകും. അപ്പോൾ എൻ്റെ ഈ ഞാനിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആ ഞാനിനെയും സ്നേഹിക്കാൻ എനിക്ക് സ്വയം തോന്നുമല്ലോ. സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ തന്നെ കയ്യിലുണ്ട്. ഹരിയോ.